വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി മന്ത്രി സണ്ണി ജോസഫും. കരാറിൽ പോരായ്മയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി സഭയിൽ ഉറപ്പു നൽകിയതാണെന്നും സണ്ണി ജോസഫ് പറയുന്നുണ്ട്. മുഖ്യമന്ത്രി അത് സംബന്ധിച്ച് നിയമസഭയിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് നയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ സഭയിലാണല്ലോ ഉറപ്പ് നൽകിയത്. അതാണ് അവസാനത്തെ വാക്ക്. പി കെ കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും ഇപ്പോഴിതാ സണ്ണി ജോസഫ് ആണെങ്കിലും കൃത്യമായി മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഉത്തരം നൽകും, മുഖ്യമന്ത്രി പ്രതികരിക്കും. വ്യവസായ മന്ത്രി കൂടിയായ കുഞ്ഞാലിക്കുട്ടിയാണ് അത് പറയുന്നതെന്ന് ഓർക്കണം. ഇപ്പോൾ ഇതാ സണ്ണി ജോസഫും സമാന കാര്യം ആവർത്തിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് മുഖ്യമന്ത്രി അതിന് മറുപടി നൽകുമെന്നാണ് മന്ത്രി സണ്ണി ജോസഫ് പ്രതികരിച്ചത്. ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, നോക്കൂ, ഒരു കൃത്യമായ ഉത്തരം നൽകുവാൻ ഇവരാരും, മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാരും തയ്യാറാകുന്നില്ല. എല്ലാവരും മുഖ്യമന്ത്രി പറയും, മുഖ്യമന്ത്രിയാണ് വിശദീകരിക്കേണ്ടത്, ഇങ്ങനെ ഒരു സംഭവത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇവർ പ്രതികരിക്കുന്നത്, അല്ലേ? അതെ സിന്ധൂരി, ഈ വിഴിഞ്ഞം വിഷയവുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് ചോദ്യങ്ങളുണ്ടായി. മന്ത്രി സണ്ണി ജോസഫിനോട് ആവർത്തിച്ച് ചോദ്യങ്ങളുണ്ടായി. അദ്ദേഹം KPCC പ്രസിഡന്റ് കൂടിയാണ്. പക്ഷേ എല്ലാ ചോദ്യത്തിനും അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ്. മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് എന്ന് തന്നെയാണ് എല്ലാ ചോദ്യത്തിനും അദ്ദേഹത്തിൻ്റെ മറുപടി. നിയമസഭയിലൊക്കെ അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. സർക്കാരിൻ്റെ അനുമതിയില്ലാതെ അങ്ങനെ ഒരു ഏർപ്പാട് പറ്റില്ല എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളതാണ്. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പ് നൽകിയതാണ് എന്നൊക്കെ മുഖ്യമന്ത്രിയെ ചാരിക്കൊണ്ടാണ് പൂർണ്ണമായും സണ്ണി ജോസഫ് പ്രതികരിച്ചത്. അതിലുപരി അദ്ദേഹം ഒന്നും തന്നെ പറയാൻ തയ്യാറായിട്ടില്ല. പല ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ആവർത്തിച്ച് ചോദിച്ചെങ്കിലും അദ്ദേഹം മുഖ്യമന്ത്രി എല്ലാം പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിഴിഞ്ഞം വിഷയത്തിൽ അദ്ദേഹം ഒഴിഞ്ഞു മാറിയത്.